But teacher എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ ബാക്കിയായിട്ടുള്ളതാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. കേട്ടോ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുക്കുക. പേജ് നമ്പർ 34, പേജ് നമ്പർ 34 എടുത്തു എല്ലാവരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള ചാപ്റ്ററിന് അതിനകത്ത് നമ്മൾ കുറച്ച് പഠിച്ചു അല്ലേ? എന്തൊക്കെ പഠിച്ചു? ഒരു യുദ്ധം അല്ലെ? ആ യുദ്ധത്തില് വിജയിച്ചതിന് ശേഷം പട്ടാളക്കാർ എന്ത് ചെയ്യാണ്? കുറച്ച് പട്ടാളക്കാരല്ലേ, 3 പട്ടാളക്കാർ എന്ത് ചെയ്യാണ്? ഒരു കാട്ടിലൂടെ എന്ത് ചെയ്യാണ്? തങ്ങളുടെ വീട്ടിലോട്ട് തിരികെ പോവുകയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരുപാട് അതിയായ വിശപ്പും അതുപോലെ ഒരുപാട് ക്ഷീണവും അനുഭവപ്പെട്ടു അല്ലേ? അപ്പോ എന്താണ്? അവര് ദൂരോട്ട് നോക്കിയപ്പോ അവിടെ ഒരു വീട്, അല്ലെ, കുറച്ച് വെളിച്ചം, ഒരു ഗ്രാമം കണ്ടു. അപ്പൊ അവരെ വിചാരിച്ചു ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ തങ്ങൾക്ക് വിശപ്പിനുള്ള ആഹാരവും കിടന്നുറങ്ങാനായിട്ട് കട്ടിലും ഒക്കെ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അവർ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഗ്രാമവാസികൾക്ക് ഈ പുറത്തു നിന്നും വരുന്ന സ്ട്രേഞ്ചേഴ്സിനെ കണ്ടപ്പോ എന്താണ് അവർക്ക് ഒരുപാട് പേടി തോന്നിയല്ലേ? ബിക്കോസ് എന്താണ് കാരണം? തങ്ങള് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡൊക്കെ ഈ വരുന്ന സ്ട്രേഞ്ചേഴ്സ് കഴിക്കുമോ, അങ്ങനെ തങ്ങളുടെ കയ്യിലുള്ള ഈ ഫുഡ് ഐറ്റംസ് അങ്ങ് തീർന്നു പോകുമോ എന്നുള്ള പേടിയിൽ നമ്മുടെ വില്ലേജസ് എന്ത് ചെയ്തു? അവര് ഇവര് വരുന്നതിന് മുന്നേ തങ്ങളുടെ കയ്യിലുള്ള ആഹാര സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് അല്ലെ ഒളിപ്പിച്ച് വെച്ചു. അങ്ങനെ ആദ്യം ഒരു ഗ്രാമവാസിയുടെ വില്ലേജസിന്റെ വീട്ടിൽ ചെന്ന് നമ്മുടെ സോൾജേഴ്സ് എന്ത് ചെയ്തു? കഥകിൽ മുട്ടി. അപ്പൊ അവർ തുറന്നപ്പോ നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരം എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ 3 ദിവസം കൊണ്ട് വലിയ പട്ടിണിയിലാണ്. അങ്ങനെ ഓരോ വീടുകളിൽ ചെന്ന് കയറി ചോദിച്ചപ്പോഴും എല്ലാവരും ഇതേപോലുള്ള ഉത്തരവാണ് പറഞ്ഞത്. ഈ ഒരു റിപ്ലൈ കേട്ടപ്പോൾ നമ്മുടെ സോൾജേഴ്സിന് മനസ്സിലായി ഗ്രാമവാസികൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്? തങ്ങളുടെ കയ്യിൽ ഫുഡൊന്നും ഇല്ല എന്ന് കള്ളം പറയുകയാണ്. അങ്ങനെ ഈ സോൾജേഴ്സ് എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. തങ്ങൾക്ക് ഒരു വലിയൊരു പോട്ടൽ, ഒരു പാത്രവും കുറച്ച് വെള്ളമൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ അതിൽ കല്ലുകൾ ഉപയോഗിച്ച് നല്ല സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഐറ്റം നമ്മുടെ വില്ലേജസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യമായിരുന്നു അല്ലെ? ഒരു കല്ലിൽ നിന്നും സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയില്ല, അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അവർക്ക് അറിയില്ല. അപ്പം അവരെന്താണ് വളരെ ആകാംക്ഷയോടെ, വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മുടെ ഈ റെസിപ്പീസ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് എങ്ങനെയാണ് ആ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുന്നത്. അത്രയാണ് പറഞ്ഞത്. ബാക്കി നോക്കിയേ, പേജ് നമ്പർ 34 കേട്ടോ. Those were hurriedly brought, the villagers grew more and more curious. They started crowding around the iron pot to see what was happening. Never had they heard or saw being made out of 3 round smooth stones. അപ്പോൾ ഇവരെന്താണ്? those were hurriedly brought, ഇവരെ എല്ലാവരും വളരെ വേഗത്തിൽ നിൽക്കുകയാണ്, വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. The villagers grew more and more curious. ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ 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 കൗതുകമാണ്, ആകാംക്ഷയാണ്. ഇത് എന്താണ് ഉണ്ടാക്കുന്നത്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് നെർവസ് ആണല്ലോ. എന്താണ്? അവർ ഭയങ്കര ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ്. They started crowding around the iron pot to see what was happening. അല്ലേ? അവരെന്താണ്? ആ ഇരുമ്പ് പാത്രത്തിന് ചുറ്റും നടക്കുകയാണ്. ഒരു വലിയ ഇരുമ്പ് പാത്രം വെക്കുന്നത്, ആ ഇരുമ്പ് പാത്രത്തിന് ചുറ്റും ഇനി നടന്ന് നോക്കുകയാണ്. അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ആ കല്ല് എങ്ങനെയാണ് സൂപ്പായിട്ട് മാറുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിന് ചുറ്റും നടന്ന് നോക്കുകയാണ്. ഒരിടത്ത് നിന്നിട്ട് പോലും നിൽപ്പുറക്കുന്നില്ല, അവരിങ്ങനെ ചുറ്റും ഇങ്ങനെ നിന്ന് ഓടി നടന്ന് നോക്കുകയാണ്. Never had they heard of soup being made out of 3 round smooth stones. അല്ലേ? 3 വൃത്താകൃതിയിലുള്ള മിനുസമാർന്ന ഈ കല്ലുകൾ കൊണ്ട് ഒരു സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഈ ഒരു കല്ലുകൾ. വെറും 3 മിനുസമാർന്ന കല്ലാണ്. ആ കല്ലിൽ നിന്നും ഇങ്ങനെ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവർ ഇതുവരെ ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ വരെ എന്താണ് അവരെ സംരക്ഷിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മളോട് കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ്? നമുക്ക് കേൾക്കുമ്പോഴേ എന്താണ് ഒരു എന്താണ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ വില്ലേജസും ഈ പോട്ടൽ, ഈ പാത്രത്തിന് ചുറ്റും നടക്കുകയാണ്. ആ പാത്രത്തിൽ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സൂപ്പായിട്ട് മാറുന്നതൊക്കെ അറിയാം. The soldiers dropped the stones into the pot one by one. അല്ലേ? അപ്പം വെള്ളം എന്ത് ചെയ്തു? നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ സോൾജേഴ്സ് ആ എടുത്ത് വെച്ചിട്ടുള്ള 3 മിനുസമാർന്ന കല്ലുകൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് ആ ചൂട് വെള്ളത്തിലോട്ട് ഇടാനായിട്ട് തുടങ്ങി. When to season the soup
be need salt and pepper, said the soldiers. അല്ലേ, അപ്പം ഈ കല്ലിട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, ആ കല്ലും ഈ വെള്ളം കൂടെ നന്നായിട്ട് കിടന്ന് ഇങ്ങനെ വെട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ സോൾജേഴ്സ് പറയാണ് ഇതിലിടാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആവശ്യമാണ്. അല്ലെ, കല്ല് എന്ത് ചെയ്തു, ഈ വെള്ളത്തിനകത്തോട്ട് ഒന്നെന്ന് പറഞ്ഞിട്ട് 3 കല്ലുകൾ ഇട്ടാൽ നല്ല തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ സോൾജേഴ്സ് നമ്മുടെ വില്ലേജസിനോട് അല്ലെ ഗ്രാമവാസികളോട് പറയാണ് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ഇട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. ആസ് ദേ ബിഗൻ ടു സ്റ്റിർ, അല്ലെ, എന്നിട്ട് എന്താണ്, ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അല്ലെ, ഈ കല്ലിട്ടു, അപ്പൊ അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്യണം. അല്ലെ, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്ന് പറയുന്നു. ചിൽഡ്രൻ ran to fetch salt and pepper. ഇത് കേട്ട് നിന്ന കുട്ടികളല്ലേ, നമ്മുടെ ഗ്രാമവാസികളെല്ലാം ഉണ്ടല്ലേ, വലിയവർ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോഴേക്കും അവിടെ നിന്ന് കൊച്ചു കുട്ടികൾ എന്ത് ചെയ്തു, ഒറ്റ ഓട്ടം. എന്തിനാ, അവരുടെ വീട്ടിൽ പോയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സോൾജേഴ്സിന് കൊടുക്കാനായിട്ട്. The smoother the stones, the tastier the soup. മിനുസമാർന്ന കല്ലുകൾ, രുചികരമായ സൂപ്പ്. But oh, if there were carrots, it would be much better. അല്ലേ, ഇപ്പൊ പട്ടാളക്കാർ പറയാണ് നല്ല മിനുസമാർന്ന നല്ല കല്ലുകൾ, അതിനോടൊപ്പം നല്ല രീതിയിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടു. എന്താ നല്ല മണം അല്ലേ. എന്നിട്ട് പറയാണ് ഈ സൂപ്പിൽ കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ടെങ്കിൽ ഈ സൂപ്പ് വളരെയധികം ടേസ്റ്റി ആയിരിക്കും, വളരെ നന്നായിരിക്കും എന്ന് സോൾജേഴ്സ് പറയുന്നു. I may have a carrot or two, said Manjunath, and off he ran. ആരാണ് പറഞ്ഞത്, മഞ്ജുനാഥിന്റെ കാര്യം പറഞ്ഞിട്ട് ഓർമ്മയുണ്ടതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ സോൾജേഴ്സ് വന്ന് തട്ടി തുറക്കാൻ പറയുന്ന വീട് അല്ലെ, വാതിൽ തട്ടിട്ട് തുറക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ മഞ്ജുനാഥാണ് തുറന്നു വന്നിട്ട് പറയുന്നത് 3 ദിവസം കൊണ്ടേ ഞങ്ങൾ ഒരു വക പോലും കഴിക്കുന്നില്ല, ആ പട്ടിണിയാണെന്ന് പറഞ്ഞല്ലേ. ആ മഞ്ജുനാഥ് ഉടനെ പറയാണ് എനിക്ക് 1-2 ക്യാരറ്റ് എങ്ങാണ് ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ആ ക്യാരറ്റ് എടുക്കാനായിട്ട് ഓടി. ഒന്നുമില്ലാന്ന് പറഞ്ഞ വരുന്നു മഞ്ജുനാഥ് അല്ലേ, ആ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് 1-2 ക്യാരറ്റ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ആ ക്യാരറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. When he came back, he had with him a apron full of carrots from the bin beneath the red brick. അല്ലെ, അവരെ തിരിച്ചു വന്നപ്പോൾ ഈ മഞ്ജുനാഥ് വീട്ടിൽ പോയിട്ട് ക്യാരറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ചുമന്ന പുതപ്പിന്റെ ചുവട്ടിൽ നിറച്ചും ക്യാരറ്റ് കൊണ്ടാണ് വന്നത്. 1-2 ക്യാരറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഒരു ചുവന്ന പുതപ്പ് അതിനകത്തോട് നിറച്ചു എന്താണ് ക്യാരറ്റ് കൊണ്ടാണ് തിരിച്ച് വന്നത്. ഇത്രയും ക്യാരറ്റ് വീട്ടിൽ ഇരുന്നിട്ടാണ് പറഞ്ഞത് 3 ദിവസം കൊണ്ട് പട്ടിണിയാണെന്ന്. A good stone soup should have cabbage, said the soldiers as they sliced the carrots into the pot. അല്ലെ, എന്നിട്ട് പറയുന്നത് ഒരു നല്ല കല്ല്, ഗുഡ് സ്റ്റോൺ, വളരെ നല്ല കല്ല്, ഈ സൂപ്പ് കുറച്ച് ക്യാബേജ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഞ്ജുനാഥ് കൊണ്ടുകൊടുത്ത ക്യാരറ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ എന്ത് ചെയ്തു, സ്ലൈസ്ഡ് അതായത് ഇങ്ങനെ ചീകി എന്ത് ചെയ്തു, ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടുകൊണ്ടാണ് പറയുന്നത് നല്ല മണം, ക്യാരറ്റ് ഒക്കെ ആയി അടിപൊളി, ഇതിനകത്ത് കുറച്ച് ക്യാബേജ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നേനെ എന്ന് സോൾജേഴ്സ് പറയുന്നു. But what's the point of asking for what you cannot? പക്ഷെ എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ കയ്യിൽ സാധനങ്ങളൊന്നും കഴിക്കാനൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ, അപ്പൊ ക്യാബേജ് കാണത്തില്ല അല്ലേ. എല്ലാ ഗ്രാമവാസികളോടും കഴിക്കാനായിട്ട് ആഹാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെ അടുത്തും ഉത്തരം എന്താണ്, തങ്ങൾ പട്ടിണിയാണ്, തങ്ങളുടെ കയ്യിൽ കഴിക്കാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടായിരിക്കില്ലല്ലോ എന്ന് ആര് പറയുന്നു, സോൾജേഴ്സ് തന്നെ പറഞ്ഞു. I may have a cabbage somewhere, said Savitri, and she hurried home. Back she came with 3 cabbages from her secret hiding place. അപ്പോ ഇങ്ങനെ പറഞ്ഞു സോൾജേഴ്സ് പറഞ്ഞു, ഇതിനകത്ത് നല്ല സൂപ്പാണ്, ഈ സൂപ്പിൽ ക്യാരറ്റ് മറ്റൊന്ന് കൊണ്ടിട്ട് ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിനകത്ത് ഇട്ടുകൊണ്ട് പറയാണ് നല്ല സൂപ്പ്, ഇതിനകത്ത് കുറച്ച് ക്യാബേജ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു സോൾജേഴ്സ് പറഞ്ഞു. എന്നിട്ട് സോൾജേഴ്സ് പറയാണ് നിങ്ങളുടെ കയ്യിൽ കഴിക്കാനായിട്ടുള്ള ആഹാര സാധനങ്ങളൊന്നും ഇല്ല, അപ്പൊ ക്യാബേജ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് സോൾജേഴ്സ് ഒന്നും പറയാണ്. ഇത് കേട്ട ഉടനെ സാവിത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെന്ത് പറയുന്നു, എന്റെ വീട്ടില് ക്യാബേജ് ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് ഓടി
fourish man's table. അല്ലേ? എന്നിട്ട് നമ്മുടെ സോൾജേഴ്സ് ഈ ക്യാബേജ് കൊണ്ടുവന്ന് കൊടുത്തു. സാവിത്രി കൊണ്ടുവന്ന് ഈ ക്യാബേജ് സോൾജറിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ സോൾജേഴ്സ് അതായിരുന്നു ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടു. അപ്പൊ നമ്മുടെ സോൾജേഴ്സ് പറയാണ്, ഇഫ് വി ഓൺലി ഹാഡ് എ ബിറ്റ് ഓഫ് മീറ്റ് ആൻഡ് എ ഫ്യൂ പൊട്ടറ്റോസ്, ഇതിൽ കുറച്ച് മീറ്റ്, എന്തെങ്കിലും മാംസവും അതുപോലെ കുറച്ച് പൊട്ടറ്റോ അല്ലെ കുറച്ച് കിഴങ്ങും കൂടെ ഇടാൻ ഉണ്ടായിരുന്നുവെങ്കിൽ the soup would be good enough for a rich man's table. അല്ല, റിച്ച് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള അങ്ങനെയുള്ള വളരെ ഉയർന്ന സ്ഥാനത്തൊക്കെ അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡായി മാറിയതിനെ എന്ന് പറയുന്നു. അതായത് ആദ്യം നിങ്ങൾ ആലോചിക്കേ, ആദ്യം എന്താണ് നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് 1 by 1 ആയിട്ട് നമ്മുടെ സ്റ്റോൺ ഇട്ടു അല്ലെ. അപ്പൊ അത് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ സോൾജേഴ്സ് പറയാണ്, ഈ ഒരു കല്ലിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൂപ്പ് വളരെയധികം ടേസ്റ്റി ആയിനി എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് അവിടെ നിന്ന കൊച്ചു കുട്ടികൾ ഓടി വീട്ടിൽ പോയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും പെപ്പറും സോൾട്ടും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അതങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സോൾജേഴ്സ് പറയാണ്, ഇതിൽ കുറച്ച് ക്യാരറ്റ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൂപ്പിന്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടിയെന്ന് പറയും. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ മഞ്ജുനാഥ് ഓടി വീട്ടിലോട്ട് പോയിട്ട് ഒരു ബണ്ടിൽ അത് കുറച്ച് ഒരു തുണി പോലുള്ള ഒരിടത്ത് എന്ത് ചെയ്തു, ഒരുപാട് ക്യാരറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ സോൾജേഴ്സ് അതിന് ക്യാരറ്റ് ചീരിയ വെള്ളത്തിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ പറയാണ്, ഇതിൽ കുറച്ച് ക്യാബേജും കൂടെ ഇടാൻ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് സാവിത്രി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഓടി തങ്ങളുടെ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന് 3 ക്യാബേജുമായിട്ട് തിരികെ വന്ന് കൊടുത്തു. അങ്ങനെ ക്യാബേജ് അരിഞ്ഞു വെച്ച് കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോൾജേഴ്സ് പറയാണ്, ഇതിലിടാൻ കുറച്ച് മീറ്റും കുറച്ച് പൊട്ടറ്റോ അല്ലെ മാംസവും അല്ലെങ്കിൽ എന്തെങ്കിലും മാംസവും അല്ലെങ്കിൽ കുറച്ച് കിഴങ്ങും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഈ സൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സമ്പന്നനായിട്ടുള്ള ഒരു പ്രമുഖരായിട്ട് ഉള്ള വ്യക്തികൾക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ വളരെ നല്ലൊരു സൂപ്പായിട്ട് മാറിയെന്ന് പറയുന്നു. പത്രം വായിക്കാൻ നോക്കോ. Those were hurriedly brought, the villagers grew more and more curious. They started crowding around the iron pot to see what was happening. Never had they heard of soup being made out of the 3 round smooth stones. അപ്പോൾ നമ്മുടെ ഗ്രാമവാസികൾ എന്ത് ചെയ്യാണ്, അവരുടെ ആകാംക്ഷയോടും കൂടി ഇതിന്റെ റെസിപ്പീസും ഇൻഗ്രീഡിയൻസും ഒക്കെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് നോക്കി കാണാൻ പറ്റുന്ന അത്ര പോലും ക്ഷമയില്ലാത്തതുകൊണ്ട് അവർ ആ പാത്രത്തിന് ചുറ്റും നടന്നു കാണുകയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. The soldiers dropped the stones into the pot 1 by 1. അല്ലെ, സോൾജേഴ്സ് വെള്ളം തിളച്ചു തുടങ്ങിയപ്പോഴേക്ക് അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നല്ല മിനുസമാർന്ന കല്ല് ഒന്നൊന്നായിട്ട് ആ കല്ല് ആ വെള്ളത്തിലോട്ട് ഇട്ടു. Well, to season the soup, we need salt and pepper, said the soldiers as they began to stir. Children ran to fetch salt and pepper. അല്ലെ, അപ്പൊ നമ്മുടെ സോൾജേഴ്സ് ഈ വെള്ളവും ഒക്കെ തിളക്കാൻ തുടങ്ങിയപ്പോഴേക്ക് പറഞ്ഞു, ഇതിലിടാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഡിലീഷ്യസ് ആയെന്ന് പറഞ്ഞു. ഇത് കേട്ട് അവിടെ നിന്ന് കൊച്ചു കുട്ടികൾ ഓടി വീട്ടിലോട്ട് പോയിട്ട് അവരെന്ത് ചെയ്തു, ഈ ഉപ്പും കുരുമുളക് പൊടിയും കൊണ്ടുവന്ന് കൊടുത്തു. The smoother the stones, the tastier the soup, but oh, if there were carrots, it would be much better. Him, I may have a carrot or 2, said Manjunath, and off he ran. When he came back, he had with him an apron full of carrots from the bin beneath the red. അപ്പോൾ നമ്മുടെ സോൾജേഴ്സ് ഈ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പറയുന്നു, ഇതിലിടാൻ കുറച്ച് ക്യാരറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടി ആയേനെ എന്ന് പറയുന്നു. അത് കേട്ട് നമ്മുടെ മഞ്ജുനാഥ് പറഞ്ഞു, ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചെന്താണ് കുറെ ക്യാരറ്റുമായിട്ട് വന്നത്. അപ്പൊ നമ്മുടെ സോൾജേഴ്സ് ഈ ക്യാരറ്റ് എന്തെങ്കിലും പറഞ്ഞ് ഈ വെള്ളത്തിലോട്ട് ഇട്ടു. A good stone soup should have cabbage, said the soldiers as they sliced the carrots into the pot. But what's the point of asking for what you cannot get? അല്ലെ, ഒരു നല്ല സൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാബേജ് എന്തായാലും വേണം എന്ന് പറഞ്ഞ് ക്യാബേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ അടുത്ത് നിന്ന ആരാണ്, സാവിത്രി അല്ലെ. സാവിത്രി എന്താ പറഞ്ഞത്, I may have a cabbage somewhere, said Savitri, and she hurried home. But she came with 3 cabbages from her secret hiding place. അല്ലെ, ഇത് പറഞ്ഞ് തങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ സാവിത്രി പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവർ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് 3 ക്യാബേജുമായിട്ടാണ് വന്നത്. If we only had a bit of meat and a few potatoes, the soup would
be good enough for a rich man's table. അല്ലേ? അപ്പോൾ പറയാണ് ഈ സൂപ്പ് ഇപ്പം നന്നായിട്ടുണ്ട്, പക്ഷെ അതിലിടാൻ കുറച്ച് പൊട്ടറ്റോയും കുറച്ച് മീറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സൂപ്പ് വളരെ പണക്കാരായിട്ടുള്ള വളരെയധികം എന്താണ് സമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്ര നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫുഡ് ഐറ്റം ആയിട്ട് മാറും എന്ന് നമ്മുടെ സോൾജേഴ്സ് പറയുന്നു. അടുത്ത നോക്കിയേ. Someone remembered that perhaps he had some leftover meat and a few potatoes. He ran to fetch them. അല്ലേ? അപ്പോൾ someone അല്ലേ കുറച്ച് അവശേഷിച്ച മാംസവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് മാംസവും കുറച്ച് ഉരുളക്കിഴങ്ങും എന്ത് ചെയ്തു? അവിടെ നിന്ന് ആരോ ഒരാൾ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു. അല്ലെ? അവിടെ നിന്ന് ആരോ ഈ മാംസവും ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നെങ്കിൽ ഈ സൂപ്പ് നന്നായി എന്ന് സോൾജേഴ്സ് പറഞ്ഞത് കേട്ടിട്ട് അവിടെ നിന്ന് ആരോ എന്ത് ചെയ്തു? വീട്ടിൽ പോയിട്ട് കുറച്ച് പൊട്ടറ്റോയും കുറച്ച് മീറ്റും കൊണ്ടുവന്ന് നമ്മുടെ സോൾജേഴ്സിന് കൊടുത്തു. A rich man's soup and all from a few stones. It seemed like magic. അല്ലേ? അപ്പോൾ പറയാണ് a rich man's soup, ഒരു പണക്കാരന്റെ സൂപ്പ്. അല്ലേ? ഈ വില്ലേജസ് എന്ന് പറയുന്നത് അത്ര വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളായിരിക്കത്തില്ല. അല്ലേ? അവർ ദിവസം വേതനത്തിനൊക്കെ വെച്ചിട്ട് കിട്ടുന്നത് കൊണ്ടാണ് അവർ ജീവിക്കില്ല. അപ്പൊ ഇവര് പറയാണ് ഒരു പണക്കാരന്റെ സൂപ്പ്, ഒരു സമ്പന്നന്റെ സൂപ്പ്. And all from a few stones. എല്ലാം എന്താണ്? കുറച്ച് കല്ലുകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വില്ലേജസിന്റെ വിചാരം ഈ കല്ലിൽ നിന്നാണ് ഈ സൂപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് ക്യാരറ്റും ക്യാബേജും ബീറ്റും പൊട്ടറ്റോ ഒന്നും ഒരു കാര്യമേ അല്ലെന്നാണ് തോന്നുന്നു ഇവരുടെ വിചാരം. It seemed like magic. അല്ലെ? എല്ലാം ഒരു മാജിക്. അല്ലെ? എല്ലാം എന്താണ്? ഒരു മാജിക് പോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള 3 കല്ലിൽ നിന്നും ഇത്രയുള്ള സ്റ്റോൺ, അതും ഇത്രയുള്ള സൂപ്പ്, അതും ഒരു പണക്കാരന് നമുക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള വലിയ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ വില്ലേജസ് അതിശയിക്കുകയാണ്. Sighed the soldiers as they stirred in meat and potatoes. അല്ലെ? പട്ടാളക്കാർ എന്ത് ചെയ്തു? ഈ മാംസവും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് ഇളക്കി ആ വെള്ളത്തിൽ ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ആ സൂപ്പിൽ യോജിപ്പിക്കാനായിട്ട് തുടങ്ങി. If we only had a little wheat flour and a cup of milk, the soup would be fit for the king himself. അല്ലെ? ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് വീറ്റ് ഫ്ലോർ, അതായത് ഗോതമ്പ് പൊടി, അല്ലെ? ഗോതമ്പ് പൊടിയും ആൻഡ് എ കപ്പ് ഓഫ് മിൽക്ക്, ഒരു കപ്പ് പാല് കൂടെ തരികയാണെങ്കിൽ this soup would be fit for the king himself. ഈ സൂപ്പ് എന്താണ്? നമ്മൾക്ക് ഒരു രാജ്യത്തെ ഒരു മഹാരാജാവിന് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല സൂപ്പായിട്ട് മാറുമെന്ന് പറയുന്നു. അപ്പോ പൊട്ടറ്റോയും ക്യാബേജും മീറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഒക്കെ കൊടുത്തപ്പോൾ നമ്മുടെ സോൾജേഴ്സ് പറഞ്ഞത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൂപ്പ് വലിയ പണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പായി മാറി എന്നാണ് പറഞ്ഞത്. അതെല്ലാം കൂടി അരിഞ്ഞൊക്കെ ഇട്ട് വേവിച്ച് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചിളക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സോൾജേഴ്സ് പറയുകയാണ് ഇതിലിടാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് പാല്, ഒരു ഗ്ലാസ് പാലും കൂടെ തന്ന് ഈ സൂപ്പിൽ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന തയ്യാറാവുന്ന ഈ സൂപ്പ് നമുക്കൊരു രാജാവിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു സൂപ്പായിട്ട് മാറുമെന്ന് പറയുന്നു. And out came the flour from the lofts and milk from the wells. അല്ലെ? തട്ടുകളല്ല, മേൽക്കൂരകളിലൊക്കെ തട്ടുകളുണ്ട്. ആ തട്ടുകളിലൊക്കെ ചാക്കിലൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയും പിന്നെ കിണറില് കുപ്പിയിലൊക്കെ ആക്കി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പാലും എല്ലാം കൂടെ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? എടുത്തു. നമ്മുടെ വില്ലേജസ് എടുത്തു. The soldiers stirred the flour and milk into the steaming broth by the villagers stand. അല്ലെ? എന്താണ്? ഗ്രാമവാസികൾ നോക്കി നിൽക്കെ നമ്മുടെ പട്ടാളക്കാർ എന്ത് ചെയ്തു? ഈ മാവും ഗോതമ്പ് പൊടി, അല്ലെ? അതിന്റെ മാവും പാലും എല്ലാം എന്ത് ചെയ്തു? ഈ പോട്ട്, ഈ ഉണ്ടാക്കി വെച്ച ക്യാരറ്റും ക്യാബേജും മീറ്റും പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സൂപ്പിനകത്തോട്ട് ഒഴിക്കാനായിട്ട് തുടങ്ങി. At last the soup was ready. അവസാനം അങ്ങനെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് റെഡിയായി. How wonderful it smelled, truly royal stuff. അല്ലെ? അപ്പൊ അവര് പറയണം എത്ര നല്ല മണമാണ് ആ സൂപ്പിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നല്ല എന്തെങ്കിലും സാധനങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല മണം വരും, അല്ലെ? അപ്പൊ മണം വരുമ്പോൾ നമ്മൾ പറയും വിശക്കെന്ന് പറയാം, അല്ലെ? മണം കേൾക്കുമ്പോൾ പറയത്തില്ല വിശക്കെന്ന്. അപ്പൊ അതുപോലെ ഈ സൂപ്പ് അങ്ങോട്ട് റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വില്ലേജസ് പറയണം എത്ര മനോഹരമായ മണം, എത്ര നല്ല വാസന. ട്രൂലി റോയൽ സ്റ്റഫ്, ശരിക്കും രാജകീയമായ ഒരു ഭക്ഷണം തന്നെയാണെന്ന് ഗ്രാമവാസികൾ സമ്മതിച്ചു. കാര്യം ഈ പാല് ഗോതമ്പൊടി ഒഴിച്ചു കഴിയുമ്പോഴാണ് ഇത് ശരിക്കും ഒരു സൂപ്പായിട്ട് മാറുന്നത്. അത് നമ്മുടെ സോൾജേഴ്സിന് അറിയാം, പക്ഷെ ഗ്രാമവാസികൾക്ക് ഇത് അറിയത്തില്ല. അപ്പം നമ്മുടെ സോൾജേഴ്സ് ഈ മാവും അതുപോലെ പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചപ്പോൾ നല്ലൊരു മണം വന്നു, നല്ലൊരു വാസന വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാമവാസികളുടെ വിചാരം എന്താ? ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ടാക്കിയ ഫുഡ്
ഫുഡ് എന്ന് പറയുന്നത് രാജാവിന് കൊടുക്കാൻ അത്രയുള്ള സ്പെഷ്യൽ ഒരു ഫുഡായിട്ട് മാറി. അതാണ് ഇതിന് ഇത്ര നല്ല വാസന എന്നാണ് നമ്മുടെ വില്ലേജസിന്റെ ധാരണ. We shall all taste the soup. The soldiers said, let the tables be set. അല്ലേ, we shall all taste the soup. അപ്പോൾ നമ്മുടെ സോൾജേഴ്സ് പറയണം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ഈ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. Let the tables be set. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു മേശകളെല്ലാം അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി മേശകളെല്ലാം അറേഞ്ച് ചെയ്ത് ക്രമീകരിക്കാനായിട്ട് പറയുന്നു. So tables were placed in the square, lighted with the torches all round. അങ്ങനെ എന്ത് ചെയ്തു, അവര് മേശകളെല്ലാം എന്ത് ചെയ്തു, ചതുരാകൃതിയിൽ അല്ലെ ചതുരത്തിന്റെ ഷേപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്തു, ആ ടേബിൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. കാര്യം ചതുരാകൃതിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കാണാം അല്ലെ, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് കണ്ട് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവരുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണൊക്കെ അല്ലെ. അപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഇരിക്കുന്നവരെ കാണാം, ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കുന്നവരെ കാണാം അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്തു, ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് വെട്ടം വേണം അല്ലെ, കഴിക്കുമ്പോ കാണാൻ വെട്ടം വേണ്ടി. അപ്പൊ അവരുടെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് എന്ത് ചെയ്തു, ഓൺ ആക്കിയിട്ട് അതിന്റെ വെട്ടം ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചു. The people were excited. They had a thought. അപ്പോൾ people നമ്മുടെ വില്ലേജേഴ്സിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര ആകാംക്ഷ ഉണ്ടായി. They had a thought. അവർക്ക് വളരെ രീതിയിലുള്ള ചിന്ത എന്തോ ഒരു വലിയ ചിന്ത അല്ലെ, എന്തോ ഒരു കാര്യം ചിന്തിച്ചു. If the soup was fit for the king himself, should not it be accompanied by bread and roast and tea? അല്ലെ, അപ്പൊ നമ്മുടെ വില്ലേജസ് പറയാണ്, ഈ ഉണ്ടാക്കിയത് നമ്മുടെ സോൾജേഴ്സ് ഉണ്ടാക്കിയത് രാജകീയമായ ഒരു ഫുഡാണ് അല്ലെ, രാജാവിന് വരെ കൊടുക്കാവുന്ന രീതിയിലുള്ള വളരെ രാജകീയമായിട്ടുള്ള ഒരു നല്ലൊരു ഫുഡാണ്. അപ്പം അവർ ചിന്തിക്കുകയാണ്, ഈ ഉണ്ടാക്കിയ ഒരു സൂപ്പ് നമ്മളൊരു രാജാവിനാണ് കൊടുക്കുന്നതെങ്കിൽ ആ രാജാവിന് നമ്മൾ സൂപ്പ് മാത്രം കൊടുക്കുന്നില്ലല്ലോ, എന്തൊക്കെ കൊടുക്കും, ബ്രെഡ് ആൻഡ് റോസ്റ്റ്, അപ്പവും റോസ്റ്റും പിന്നെ ചായയും ഒക്കെയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പുമായിട്ട് ആ രാജാവിന് കൊടുക്കുന്നത് എന്നവരെ ചിന്തിച്ചു. Soon a banquet was spread and everyone sat down to eat. അല്ലെ, അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ പട്ടാളക്കാർക്കും എന്ത് ചെയ്തു, ഈ പറയുന്ന അവരുടെ കയ്യിലുണ്ടാകുന്ന അപ്പവും കാര്യങ്ങളും ചായയും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, soon a banquet was spread and everyone sat down to eat. അങ്ങനെ ഇവരെല്ലാവരും ചുറ്റും ഇങ്ങനെ ടേബിളിൽ ഇരുന്നിട്ട് ഒരുമിച്ച് എന്ത് ചെയ്തു, ആ സൂപ്പ് കുടിക്കാനായിട്ട് തുടങ്ങി. Never had there been such a feast. അവര് പറയുകയാണ്, ഇത്തരത്തിൽ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു വിരുന്ന് നടന്നിട്ടില്ല അല്ലെ, ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇത്ര നല്ല ഡിലീഷ്യസ് ആയിട്ടൊരു ഫുഡ് ഇന്ന് വരെ അവർ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടില്ല. Never had the villagers tasted such soup. അല്ലെ, ഗ്രാമവാസികൾക്ക് ആ സൂപ്പ് എന്താണ്, അവർ ഒരിക്കലും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഫുഡ് തന്നെയായിരുന്നു. അല്ല, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പായിരുന്നു അത്. And fancy made from stones. അതും എല്ലാം പോട്ടെ, വേറെ ഒരു കല്ലിൽ നിന്നാണ് ഇത്ര ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കിയത്. അവരുടെ വിചാരം ഇപ്പോഴും ആ സ്റ്റോൺ സൂപ്പ്, ആ കല്ല് മാത്രം ഉപയോഗിച്ച് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനുള്ള ക്യാബേജും പൊട്ടറ്റോയും മീറ്റും മിൽക്കും ഒന്നും ഒഴിച്ചൊന്നും അവർക്ക് ഒരു കാര്യമില്ല. അവരുടെ വിചാരം ഈ സൂപ്പിന്റെ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന ആ ഇട്ട 3 കല്ലിനകത്താണ് ഈ ടേസ്റ്റ് എന്നാണ് നമ്മുടെ വില്ലേജസിന്റെ ധാരണ. പത്രം എന്ത് വായിക്കാം നോക്കിയേ. Some owner remembered that perhaps he had some leftover meat and few potatoes. He ran to fetch them. അല്ലേ, അപ്പോൾ അതിലിടാൻ നിങ്ങൾക്ക് പൊട്ടറ്റോയും മീറ്റും വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവശേഷിച്ച വ്യക്തികളിൽ നിന്നും ആരോ എന്ത് ചെയ്തു, തങ്ങളുടെ വീടുകളിൽ പോയി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൊട്ടറ്റോയും മീറ്റ്സും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. The Irishman soup and all from a few stones. It seemed like magic. അല്ലേ, അപ്പോൾ ഒരു പണക്കാരന്റെ സൂപ്പാണ് ഉണ്ടാക്കിയത്, അതും എന്താണ് കുറച്ച് കല്ലിൽ നിന്ന്. ഇത് വളരെ ഒരു മാജിക്, വളരെ അതിശയം തന്നെയാണ്. Has sighed the soldiers as they served in the meat and potatoes. If we only had a little wheat flour and a cup of milk, the soup would be fit for the king himself. അല്ലേ, പട്ടാളക്കാര് ഈ മാംസവും ഉരുളക്കിഴങ്ങും എല്ലാം ഈ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് പറയാണ്, ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് എന്താണ് ഗോതമ്പിന്റെ പൊടിയും 1 കപ്പ് പാലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഉണ്ടാക്കുന്ന സൂപ്പ് ഒരു രാജകീയമായ ഒരു ഫുഡായിട്ട് മാറി, രാജാവിന് വരെ നമുക്ക് കൊടുക്കാവുന്ന ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ട് മാറിയെന്ന് പറയുന്നു.
ആൻഡ് ഔട്ട് കെയിം ദ ഫ്ലോർ ഫ്രം ദ ലോഫ്റ്റ്സ് ആൻഡ് മിൽക്ക് ഫ്രം ദ വെൽസ്. അല്ലെ, ഒരു തട്ടിന്റെ പുറത്തൊക്കെ ഒളിപ്പിച്ച് ചാക്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയും അതുപോലെ കിണറുകളിലൊക്കെ കുപ്പിയിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലിന്റെ കുപ്പിയും ഒക്കെ എന്ത് ചെയ്തു, നമ്മളെടുത്ത് സോൾജേഴ്സിന് കൊടുത്തു. The soldiers stirred the flour and milk into the steaming broth while the villagers start. അല്ലെ, നമ്മുടെ വില്ലേജസ് കൊണ്ടുകൊടുത്ത ഈ സാധനങ്ങളെല്ലാം നമ്മുടെ പട്ടാളക്കാർ എന്ത് ചെയ്തു, ആ സൂപ്പിന്റെ കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് എന്നിട്ട് ഇളക്കാനായിട്ട് തുടങ്ങി. At last the soup was ready. How wonderful it smelled. Truly royal stuff. അല്ലെ, അവസാനം നമ്മുടെ സൂപ്പ് ശരിയായി. അപ്പൊ പറയണേ, എത്ര നല്ല മണമാണ് അതിന് വരുന്നത്. ശരിക്കും ഇതെന്താണ്, ഒരു രാജകീയമായ ഒരു ഫുഡ് തന്നെയാണെന്ന് പറയുക. We shall all taste the soup, the soldiers said. Let the tables be set. അപ്പോൾ നമ്മുടെ സോൾജേഴ്സ് പറയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം, ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ടേബിൾ അറേഞ്ച് ചെയ്യാൻ പറയുന്നു. So tables were placed in the square light with torches all around. അല്ലെ, അങ്ങനെ ടേബിൾ എന്ത് ചെയ്തു, സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ട് വെട്ടത്തിന് വേണ്ടിയിട്ട് അവരവരുടെ കയ്യിലുള്ള ലൈറ്റ് ഒക്കെ എന്ത് ചെയ്തു, ഓൺ ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങി. The people were excited. They had thought, if the soup was fit for the king himself, should not it be accompanied by bread and a roast and tea? അല്ലെ, അപ്പോൾ നമ്മുടെ ഗ്രാമവാസികള് ചിന്തിക്കുകയാണ്, ഇതൊരു രാജാവിനാണ് ഈ സൂപ്പ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ രാജാവിനെ ഇതിനോടൊപ്പം നല്ല അപ്പവും റോസ്റ്റും ചായയും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. Soon a banquet was spread and everyone sat down to eat. Never had there been such a feast. Never had the villagers tasted such soup and fancy made from stones. അല്ലെ, അപ്പൊ അവർ ഒരുമിച്ച് കൂടി എന്ത് ചെയ്തു, ഈ സൂപ്പ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ സോൾജേഴ്സ് പറയാണ്, ഇത്ര നല്ലൊരു വിരുന്ന് ഇന്ന് വരെ ഇവിടെ ഈ ഗ്രാമത്തിൽ കൂടിയിട്ടില്ല. അത് മാത്രമല്ല, ഇത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, ഇത്ര നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പ് ഇന്ന് വരെ അവർ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതും എല്ലാം എന്താണ്, വെറും ഈ ഒരു 3 കല്ലിൽ നിന്ന് എഴുതാം. They ate, drank and ate and drank. അല്ലെ, അവര് തിന്നുകയും കുടിക്കുകയും തിന്നുകയും കുടിക്കുകയും തന്നെ ചെയ്യല. അപ്പം തിന്നും സൂപ്പ് കുടിക്കും, അങ്ങനെ മാറി മാറി അവർ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേ ഇരുന്നത്. അവിടെ പിക്ചർ കാണാം കണ്ടോ. Then they made merry all night. At last they were tired. Then the 3 soldiers asked, is there not a loft where we could sleep? അപ്പോൾ എന്താണ്, ഇങ്ങനെ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്ത് അവസാനം നമ്മുടെ സോൾജേഴ്സ് ഒരുപാട് ക്ഷീണിച്ചു. അവർക്ക് ഒരുപാട് ക്ഷീണം തോന്നി. അവർക്ക് വിശപ്പും ക്ഷീണവുമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. അവരുടെ വിശപ്പൊക്കെ മാറി, പിന്നെ അവർക്ക് കുറച്ച് കിടക്കണം, കുറച്ച് ക്ഷീണം ഉണ്ടല്ലേ, ഉറങ്ങണം. അപ്പോൾ നമ്മുടെ പട്ടാളക്കാർ ചോദിക്കുകയാണ്, ഈസ് there not a loft where we could sleep? അല്ലെ, നമുക്ക് ഉറങ്ങാൻ കഴിയുന്ന ചെറിയ ഒരു തട്ടെങ്ങാനും, എന്തെങ്കിലും ഒരു ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിടക്കാനൊരു ചെറിയൊരു തട്ട് പോലെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് നമ്മുടെ വില്ലേജേഴ്സിനോട് ചോദിക്കുന്നു. Oh no, we cannot let such wise men as you sleep in a loft. അല്ലെ, ഓ ഇല്ല, നമ്മുടെ വില്ലേജ് പറയാം, ഇല്ല. We cannot let such wise men as you sleep in a loft. നിങ്ങൾ ഒരു തട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെയുള്ള ജ്ഞാനികളൊന്നും അല്ല. അല്ലെ, നിങ്ങൾ വലിയ ആളുകളാണ്. നിങ്ങൾ ഇത്ര നല്ലൊരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന വ്യക്തികളാണ്. നിങ്ങൾ വലിയ വ്യക്തികൾ, വലിയ ആളുകളാണ് അല്ലെ. നിങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരു തട്ടിലൊന്നും അല്ല കിടന്ന് ഉറങ്ങേണ്ടത്. We will give you best beds in the village. നിങ്ങൾക്ക് ഈ ഗ്രാമത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബെഡ് തന്നെ, ഏറ്റവും നല്ല കട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല കിടക്ക തന്നെ നിങ്ങൾക്ക് തരും. നിങ്ങളല്ലാതെ ഇങ്ങനെ തട്ടിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ തറയിലോ ഒന്നും കിടന്നുറങ്ങേണ്ട വ്യക്തികളൊന്നും അല്ല. നിങ്ങൾ വലിയ വലിയ ഒരു വ്യക്തികളാണ്, വലിയ ജ്ഞാനികളാണ്, വലിയ വിവരം അറിവൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കല്ലിൽ നിന്ന് വലിയ സൂപ്പ് ഉണ്ടാക്കി, അപ്പോൾ അവർ വലിയ ആളുകളല്ലയോ. അപ്പം ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത്രയും വലിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾ വെറുതെ തട്ടിലൊന്നും കിടന്നുറങ്ങണ്ട. നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ, ഈ വില്ലേജിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബെഡ് തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാനായിട്ട് തരുമെന്ന് പറയുന്നു. So they were given the best beds as village had. അല്ലെ, അങ്ങനെ വില്ലേജസ് എന്ത് ചെയ്തു, ആ ഗ്രാമത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കിടക്കുകൾ തന്നെ നമ്മുടെ ഈ സോൾജേഴ്സിന് അവരുടെ ക്ഷീണം മാറ്റാനായിട്ട് കിടന്നുറങ്ങാനായിട്ട് കൊടുത്തു. In the morning the whole village gathered in the square to see them off. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇവർ എണീറ്റ് നോക്കിയപ്പോൾ ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും തങ്ങളുടെ ചുറ്റും എന്താണ്, അവർ തന്നെ നോക്കി നിൽക്കുകയാണ്. Many thanks for what you have taught us, the villagers said to the soldiers. അപ്പോൾ പറയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് many thanks, ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തത്, ഇവിടെ പഠിപ്പിച്ച് തന്നത്. It is because of what we have learned from you that we shall never go hungry.
അല്ലേ? You have taught us the art of making soup from stones. നിങ്ങൾ ഒരുപാട് വിശന്ന് വന്ന ആളുകളാണ് അല്ലേ? എന്നിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, വെറും കല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, വിശപ്പ് അകറ്റാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു. അതിന് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ആ ഗ്രാമവാസികൾ എത്തിയാണ് നമ്മുടെ സോൾജേഴ്സിനോട് അവരുടെ താങ്ക്സ്, അവരുടെ നന്ദി പറയുകയാണ്. ഓ ഇറ്റ് ഈസ് ഓൾ ഇൻ നോയിങ് ഹൗ അല്ലേ? ഓ അതൊന്നും സാരമില്ല. എല്ലാം എന്താണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. എല്ലാം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. നമുക്കിപ്പോൾ എല്ലാം അറിയാവുന്ന ആളുകളാണോ നമ്മൾ? നമുക്കിപ്പോൾ എല്ലാം തികഞ്ഞ വ്യക്തികൾ ആരുമില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താണ് അറിയാൻ വയ്യാത്തത് കാണും. അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു ആളിൽ നിന്നോ അല്ലെങ്കിൽ തേർഡ് പേഴ്സണിൽ നിന്നോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ എല്ലാം നമുക്ക് അറിയണമെന്നൊന്നുമില്ല അല്ലയോ? അപ്പോ അറിവ് നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ആരാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവരോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം അല്ലെ? അവരോട് നമ്മൾ നന്ദി എന്തായാലും പറയണം. ആൻഡ് ഓഫ് ദേ വെന്റ് ഡൗൺ ദ റോഡ്. അങ്ങനെ പട്ടാളക്കാർ പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല, എന്താണ് എല്ലാം എന്താണ് ഇങ്ങനെയാണ്, അറിയാമേത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ ചിലപ്പോൾ പറയും, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ സോൾജേഴ്സ് പറഞ്ഞിട്ട് അവർ എന്തെയാണ് ചേട്ടൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് നടന്ന് പോവുകയാണ്. കണ്ടോ, വളരെ നല്ലൊരു പാഠമായിരുന്നു അല്ലെ? കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്ന ഒരു ചാപ്റ്റർ. അപ്പൊ അതൊന്നുകൂടി ഈ ഒരു പേജ് നമ്മൾ വായിക്കാൻ നോക്കോ. They ate and drank and ate and drank. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. Then they made merry all night. അങ്ങനെ അവർ രാത്രി ഒരുവിധം പകുതി ആവുന്നിടം വരെ അവരിങ്ങനെ ഭക്ഷണം കഴിച്ച് at last they were tired. അവസാനം അവരത് ക്ഷീണിച്ചു. Then the three soldiers asked, is there not a Lord where we could sleep? അങ്ങനെ മൂന്ന് നമ്മുടെ പട്ടാളക്കാരും കൂടെ നമ്മുടെ വില്ലേജസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കിടന്നുകൊണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. Oh no, we cannot let such wise men as to sleep in a loft. We will give you the best beds in the village. So they were given the best beds the village had. അല്ലേ? അപ്പോൾ നമ്മുടെ വില്ലേജസ് പറയാണ്, ഓ നോ ഇല്ല, നിങ്ങൾക്ക് ഞങ്ങൾ തട്ടൊന്നും തരത്തില്ല. കാര്യം ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം നിങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്കൊരു ജ്ഞാനിയെ പോലുള്ള ഒരു വലിയൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ഷീണം മാറ്റാനായിട്ട് ഈ വില്ലേജിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബെഡ് തന്നെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അവര് അവിടെയുള്ള ഏറ്റവും നല്ല ബെഡ് അവർക്ക് എന്ത് സോൾജേഴ്സിന് കൊടുത്തു. In the morning the whole village gathered in the square to see them off. അല്ലെ? രാവിലെ ആയപ്പോൾ അവിടെയുള്ള എല്ലാ വില്ലേജസ് എന്താണ് പട്ടാളക്കാരെ ചുറ്റും വന്ന് many thanks for what you have taught us the villagers said the soldiers. അല്ലെ? നമ്മുടെ വില്ലേജസ് നമ്മുടെ പട്ടാളക്കാരോട് ഒരുപാട് നന്ദി പറഞ്ഞു. എന്തിനാണ്? It is because of what we have learned from you that we shall never go hungry. You have taught us the art of making soup from stones. അല്ലെ? ഞങ്ങൾക്ക് ഒട്ടും അറിയാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ആ ഒട്ടും അറിയാൻ വയ്യാത്തൊരു കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അത് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മാറില്ല അല്ലെങ്കിൽ തീരില്ല എന്ന് പറഞ്ഞ അവരോട് സോൾജേഴ്സിനോട് എന്താണ് വില്ലേജസ് ഒരുപാട് നന്ദി പറയുന്നു. ഓ it is all in knowing how said the soldiers and off they went down the road. ഓ അതിന് കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് എല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ സോൾജേഴ്സ് എന്ത് ചെയ്തു? അവിടെ നിന്നും റോഡിലോട്ട് അവരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വീണ്ടും യാത്രയാവും. ഓക്കെ, അപ്പോ നമ്മുടെ പുതിയ ചാപ്റ്റർ ആയിരുന്നു ചാപ്റ്റർ 5 ദ സ്റ്റോൺ സൂപ്പ്. അതെല്ലാവർക്കും ടീച്ചർ പഠിച്ചിട്ട് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അതിനകത്തെ മീനിങ് പഠിക്കാനുണ്ട് അല്ലേ? നോക്കിക്കേ, ആദ്യത്തെ മീനിങ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്രക്കിംഗ്. എന്താണ്? വാക്കിംഗ് സ്ലോലി വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ഡ്യൂ ടു ദ ടയർഡ്നെസ്. അല്ലേ? ഒരുപാട് ക്ഷീണം അനുഭവിച്ച് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് നടന്നു പോകുന്നതാണ് അവിടെ മീനിങ്. അടുത്തത് ലോഫ്റ്റ്, a space just below the roof usually used to store things. അതായത് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനായിട്ട് പണ്ട് വീടുകളിലൊക്കെ ഉള്ള തട്ട് പോലെ ഉണ്ട് അല്ലേ? നമ്മൾ ചില വീടുകളിലൊക്കെ നമ്മൾ ഈ ഭിത്തിയിൽ തന്നെ അലമാരയൊക്കെ കാണും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പണ്ടുള്ള വീടുകളിൽ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. വാലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
സസ്പീഷ്യസ് അല്ലെങ്കിൽ കോഷ്യസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ രീതിയിൽ നമുക്ക് ഒരു ആളെ കാണുമ്പോൾ നമുക്കൊരു സംശയം, അവർ എന്തിനാ വന്നത്, ആരെന്നുള്ള സംശയം. അപ്പൊ അതാണ് സംശയാസ്പദമായ രീതി. നമ്മൾ ഇവിടെ പറഞ്ഞു സോൾജേഴ്സിനെ കണ്ടപ്പോൾ അവർ സ്ട്രേഞ്ചേഴ്സ് ആണ്, പുറത്തു നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ വില്ലേജസിന് ഭയങ്കര പേടിയാണ് അല്ലേ, അവർക്ക് അപരിചിതനെ ഭയങ്കര സംശയമാണ് അല്ലേ. അപ്പൊ അതാണ് അവിടെ മീൻ ചെയ്യുന്നത്, സംശയാസ്പദമായിട്ടുള്ള കാര്യം. പിന്നെ അത് പറയുന്ന അടുത്ത മീനിങ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പേജ് നമ്പർ 35 ബാങ്ക്വറ്റ് അല്ലെ, എ ലാർജ് ഫോർമൽ മീൽ ഫോർ മെനി പീപ്പിൾ അല്ലെ, അതായത് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല രാജകീയമായിട്ടുള്ള നല്ലൊരു ഭക്ഷണം, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ കുറച്ച് മീനിങ് ഉള്ളൂ ചാപ്റ്ററിൽ, ഒരു 2 3 4 എണ്ണമേ ഉള്ളൂ കേട്ടോ, 4 മീനിങ്ങേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് ഈ 4 മീനിങ്ങും നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുത്ത് അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. നമുക്ക് ഇനി അതിന്റെ കുറച്ച് കാര്യം, അതായത് അതിന്റെ ചാപ്റ്ററിനകത്തുള്ള കുറച്ച് എക്സസൈസ് പഠിക്കാം. നോക്കിക്കേ, ബാക്കി നമുക്ക് അതിന്റെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജസ്റ്റ് കുറച്ച് കാര്യം മാത്രം ഇപ്പോൾ ഒന്ന് പഠിക്കാം. ഓക്കെ, പേജ് നമ്പർ 37 റീഡ്. On the basis of your understanding of the story, choose the correct answer to complete the following sentences. അല്ലേ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവിടെ പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യന് ശരിയായിട്ടുള്ള ആൻസർ ഏതാണോ അവിടെ ഓപ്ഷനിലുള്ളത് അത് അവിടെ കോളത്തിൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് the soldiers were hopeful that, എന്താണ്, സോൾജേഴ്സ് ഒരുപാട് പ്രതീക്ഷയോടാണ് ചെയ്തത്. എന്താണ് പ്രതീക്ഷയോടെ ചെയ്തത്? ആൻസർ ബി ഓപ്ഷൻ. The villagers would be kind enough to give them a bite to eat and a place to rest for the night. അല്ലേ, നമ്മുടെ പട്ടാളക്കാർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്നും അവർക്ക് കഴിക്കാനായിട്ട് വിശപ്പ് അകറ്റാനുള്ള ഭക്ഷണവും കിടന്നുറങ്ങാനായിട്ട് നല്ല സ്ഥലവും കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു അല്ലെ. നല്ലൊരു ഒരു ഹോപ്പ്, അവർ തന്നെ പറഞ്ഞ സോൾജേഴ്സ് വേറെ ഹോപ്പ്ഫുൾ, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തിനാണ്? ആൻസർ ബി ഓപ്ഷൻ ടിക്ക് ചെയ്യുക, ബിയുടെ കോളത്തിൽ ടിക്ക് ചെയ്യുക. The villagers would be kind enough to give them a bite to eat and a place to rest for the night. ടിക്ക് ചെയ്തോ ബി ഓപ്ഷൻ. Second question, the villagers were very old soldiers. They believed that, എന്താണ്, നമ്മുടെ വില്ലേജസിന് ഒരുപാട് എന്താണ് ആ സോൾജേഴ്സിനെ കണ്ടപ്പോൾ വില്ലേജസിന് വിശ്വാസം ഉണ്ടായിരുന്നു. തങ്ങള് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഈ വരുന്ന സോൾജേഴ്സ് എടുത്ത് അങ്ങ് കഴിക്കും. അവസാനം തങ്ങൾക്ക് തണുപ്പ് കാലത്ത് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. അവർക്ക് ഈ ഗ്രാമവാസികൾക്ക് അല്ലെ. ആൻസർ എ ഓപ്ഷൻ, ഫസ്റ്റ് എ ഓപ്ഷൻ. Soldiers were always hungry and they would finish up whatever little they had stored for the winter. അല്ലെ, ഈ വരുന്ന സോൾജേഴ്സിന് ഭയങ്കര വിശപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങൾ തണുപ്പ് കാലത്ത് കഴിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ ആഹാര സാധനങ്ങളെല്ലാം ഈ വരുന്ന സോൾജേഴ്സ് എടുത്ത് തിന്നു തീർക്കും, അല്ലെങ്കിൽ ഭക്ഷിച്ച് തീരും, എല്ലാം കഴിഞ്ഞു പോകും എന്ന് നമ്മുടെ വില്ലേജസിന് ഒരുപാട് പേടിയുണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എ ഓപ്ഷൻ എ. Then third question, the villagers were shocked because, അല്ലെ, നമ്മുടെ വില്ലേജസ് ഗ്രാമവാസികൾ ഒരുപാട് ഞെട്ടിപ്പോയി. എന്തിനാണ് ഞെട്ടിപ്പോയത്? ആൻസർ എന്താണ് അവിടെ? ആൻസർ സി ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ സി. The soldiers were going to make stone soup. അല്ലെ, നമ്മുടെ സോൾജേഴ്സ് വെറും 3 കല്ലുകൾ കൊണ്ട് നല്ല ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് നമ്മുടെ വില്ലേജസ്, നമ്മുടെ ഗ്രാമവാസികൾക്ക് വലിയൊരു ഷോക്ക്, വലിയൊരു ഞെട്ടലുണ്ടായത്. ഓക്കെ, പഠിച്ചോ? അപ്പം ഒന്നുകൂടെ പറയാം. ഫസ്റ്റ്, the soldiers were hopeful that, answer B option. The villagers would be kind enough to give them a bite to eat and a place to rest for the night. Second question, the villagers were very soldiers. They believed that, answer A option. The soldiers were always hungry and they would finish up whatever little they had stored for the winter.
Then third, the villagers were shocked because answer C, the soldiers were going to make stone soup. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ ഒരു 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോ അത് 4 എണ്ണത്തിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ നിങ്ങൾക്ക് ഇതിനോടൊപ്പം വീഡിയോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി എടുക്കുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള മീനിങ് എഴുതാം. മീനിങ് പഠിക്കണം. അത് നിങ്ങൾ കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി പഠിക്കണം കേട്ടോ. കോപ്പി റൈറ്റിംഗ് ബുക്ക് ടീച്ചർ പെട്ടെന്ന് ഒരു ദിവസം ഇനി ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോപ്പി റൈറ്റിംഗ് ബുക്കിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 5 ടൈംസ് വെച്ചൊക്കെ എഴുതി പറയുന്ന കാര്യങ്ങൾ 500 ടൈംസ് ടീച്ചർ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഇതൊക്കെ എഴുതി പഠിക്കണം. ആൻസർ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി പഠിക്കാൻ പറയുന്നത്. സോ അത് അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ച ഈ പാഠം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പകുതി വരെ വായിച്ച് നിങ്ങൾ പഠിച്ചു അല്ലെ? വായിച്ചു നോക്കി. പിന്നെ ബാക്കി വായിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഈ ചാപ്റ്റർ ആദ്യം തൊട്ടൊന്ന് വായിച്ചു നോക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ. പിന്നെ മീനിങ് ഒക്കെ എഴുതി പഠിച്ച് തിരിച്ച് ചോദിക്കുമ്പോൾ പറയുക ഈ ചൂസ് കറക്റ്റ് ആൻസർ പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതൊക്കെ നന്നായിട്ട് പഠിച്ച റിവ്യൂവിനെ ടീച്ചർ ചോദിക്കുമ്പോൾ മിടുക്കരായിട്ട് ഉത്തരം പറയണം. ഓക്കെ. ഓക്കെ. ദെൻ ഇനി നമുക്ക് കുറച്ച് GK കൂടെ പഠിക്കാം. അപ്പൊ നമുക്ക് GK പഠിക്കാവേ. പേജ് നമ്പർ 359. പേജ് നമ്പർ 359. അതായത് പേജ് നമ്പർ 359. അവിടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് അല്ലെ? നിങ്ങൾക്ക് അവിടെ കുറെ ഓതേഴ്സിന്റെ ഫോട്ടോസ് കുറെ താഴെ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ അവർ എഴുതിയ ബുക്കുകളുടെ പേരാണ് നിങ്ങൾക്ക് അവിടെ 1 തൊട്ട് 1 to 7 തന്നിട്ടുണ്ട് അല്ലേ? 1 to 7 തന്നിട്ടുള്ളത് അവർ എഴുതിയിരിക്കുന്ന ബുക്സിന്റെ നെയിമാണ്. അപ്പൊ ആ ബുക്ക് എഴുതിയത് ഏത് ഓതർ ആണെന്നുള്ളത് അവിടെ താഴെ നിങ്ങൾക്ക് കുറെ ഇറഗുലർ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ കറക്റ്റ് നമ്മളൊക്കെ അവിടെ എഴുതണം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് ഏത് ബുക്കാണ്? എ പാസേജ് ടു ഇന്ത്യ അല്ലെ? എ പാസേജ് ടു ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്? E.M. ഫോസ്റ്റർ. E.M. ഫോസ്റ്റർ. E.M. ഫോസ്റ്റർ. നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നോക്കിയാൽ മതി. ഏറ്റവും താഴെയായിട്ടൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കണ്ടോ? ഏറ്റവും താഴെ നോക്കുമ്പോൾ ഒന്നാമത് ഫസ്റ്റ് കിടക്കുന്ന ഫോട്ടോയാണ്. E.M. ഫോസ്റ്റർ. E.M.F.O.R.S.T.E.R. E.M. ഫോസ്റ്റർ. സെക്കൻഡ് ദാസ് ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ പറയുമ്പോൾ CAP ആണ് നമ്മൾ പറയുന്നത്. തലസ്ഥാനം അല്ലേ? K ആണ് ക്യാപിറ്റൽ. ആരാണ്? കോൾ മാക്സ്. കോൾ മാക്സ്. KARLMARX. നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഉള്ള പിക്ചർ ഏറ്റവും താഴെ തന്നെ ഏറ്റവും ലാസ്റ്റ് കണ്ട കോൾ മാക്സ്. അപ്പം മൂന്നാമത്തേത് ഡോക്ടർ ഷിവാഗോ. ഡോക്ടർ ഷിവാഗോ എന്നുള്ളത് എഴുതിയത് ഏത് ഓതറാണ് അറിയാമോ? ആൻസർ ടീച്ചറിന്റെ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ബോറിസ് കണ്ടോ? ബോറിസ് പാസ്റ്ററിക്. ബോറിസ് സ്പെല്ലിംഗ് BORIS. ബോറിസ് PASTERMAA. ബോറിസ് പാസ്റ്ററിക്. മൂന്നെണ്ണമാണ് പറഞ്ഞത്. ഇനി നാലാമത്തേത് നോക്കിയേ. മിൽ ഓൺ ദ ഫ്ലോസ്. മിൽ ഓൺ ദ ഫ്ലോസ് എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ജോർജ് എലിയറ്റ്. ജോർജ് എലിയറ്റ്. അവിടെ താഴെ തന്നെ രണ്ടാമത്തെ താഴത്തെ ഫോട്ടോസ് തന്നിട്ടുള്ളത് രണ്ടാമത്തെ കണ്ടോ? ജോർജ് എലിയറ്റ്. GEORGE ELIOT. ജോർജ് എലിയറ്റ്. അപ്പൊ നാലെണ്ണമാണ്. അപ്പൊ ആ നാലെണ്ണം നമ്മൾ പറയാം. ഫസ്റ്റ് എ പാസേജ് ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത് E.M. ഫോസ്റ്റർ. FORSTER. E.M. ഫോസ്റ്റർ. സെക്കൻഡ് ഡാൻസ് ക്യാപിറ്റൽ അത് ആ ബുക്ക് എഴുതിയത് ആരാണ്? കോൾ മാക്സ്. KARLMARX. തേർഡ് ഡോക്ടർ ഷിവാഗോ എന്നുള്ളത് എഴുതിയത് ആരാണ്? ബോറിസ് പാസ്റ്ററിക്. ബോറിസ് പാസ്റ്ററിക്. BORIS
P-A-S-T-E-R-A-R-N-A-K. Pastel. Then fourth one, mill on the floors. അല്ലേ, mill on the floors എഴുതിയത് ജോർജ് എലിയറ്റ്. G-E-O-R-G-E-E-L-I-O-T. ജോർജ് എലിയറ്റ്. ഇനി മൂന്നെണ്ണം കൂടെ ഉള്ളത്, അതിനെ ടീച്ചർ ബോർഡിൽ എഴുതിയിടാം, നോക്കൂ. അടുത്തത് ജെയിൻ യോ അല്ലെ, ജെയിൻ എന്നുള്ള ബുക്ക് എഴുതിയത് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പിക്ചർ കണ്ടോ, ഷാർലറ്റ് ബ്രോണ്ടി. ഷാർലറ്റ് ബ്രോണ്ടി. ഷാർലറ്റ് ബ്രോണ്ടി. C-H-A-R-L-O-T-T-E-B-R-O-N-T-E. ഷാർലറ്റ് ബ്രോണ്ടി. Okay. Then sixth one, long walk to freedom. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലേ, long walk to freedom. Answer നോക്കിക്കോ, നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല. N-E-L-S-O-N. നെൽസൺ മണ്ടേല. M-A-N-D-E-L-A. നെൽസൺ മണ്ടേല. The last seventh one, origin or species. അതും കേട്ടിട്ടുണ്ടായിരിക്കല്ലേ, origin or species എഴുതിയത് ആരാണ്? ആൻസർ ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ. ചാൾസ് C-H-A-R-L-E-S. ചാൾസ് ഡാർവിൻ. D-A-R-W-I-N. ചാൾസ് ഡാർവിൻ. അപ്പോ അഞ്ചാമത്തത് ജെയിൻ യോർന്നുള്ളത് എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്? ഷാർലറ്റ് ബ്രോണ്ടി. ഷാർലറ്റ് ബ്രോണ്ടി. Sixth, the long walk to freedom എഴുതിയത് ആരാണ്? നെൽസൺ മണ്ടേല. Then seventh, origin of species എഴുതിയത് ചാൾസ് ഡാർവിൻ. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. അപ്പൊ അത്ര ഒന്നുകൂടെ 1 to 7 ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, എ പാസേജ് ടു ഇന്ത്യ എഴുതിയത് E.M. ഫോസ്റ്റർ. സെക്കൻഡ്, ദാസ് ക്യാപിറ്റൽ എഴുതിയത് കോൾ മാക്സ്. കോൾ മാക്സ്. തേർഡ്, ഡോക്ടർ ഷിബാഗോ എഴുതിയത് ആരാണ്? ബോറിസ് പാസ്റ്റർനിക്. ഫോർത്ത്, മിൽ ഓഫ് ദ ഫ്ലോസ്. മിൽ ഓഫ് ദ ഫ്ലോസ് എഴുതിയത് ആരാണ്? ആൻസർ ജോർജ് എലിയറ്റ്. Then fifth, ജെയിൻ യോർ എഴുതിയത് ഷാർലറ്റ് ബ്രോണ്ടി. Then sixth, long walk to freedom എഴുതിയത് നെൽസൺ മണ്ടേല. Then seventh, origin of species എഴുതിയത് ആരാണ്? ചാൾസ് ഡാർവിൻ. ഓക്കെ, അപ്പോ ഇതിന്റെ പേര് പഠിക്കാനും ഒരു ചെറിയൊരു പാടായിരിക്കും. അതുപോലെ സ്പെല്ലിങ് കറക്റ്റ് പഠിക്കണം കേട്ടോ. അപ്പൊ അത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങളൊരു 5 വട്ടം വെച്ചൊക്കെ അത് എഴുതി പഠിക്കണം. എന്നാലും അതിന്റെ സ്പെല്ലിങ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ സ്പെല്ലിങ് ഉൾപ്പെടെ ചോദിക്കും കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ള ജികെയുടെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് 7 ബുക്കും അത് എഴുതിയ ഓതറും അല്ലെ, എഴുതിയ വ്യക്തികളെയും പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കാൻ, വിളിക്കുമ്പോൾ ചോദിക്കാതെ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇതിന്റെ ക്ലാസ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. ഇപ്പം ജികെയും അതുപോലെ ഇംഗ്ലീഷും നന്നായിട്ട് എഴുതി പഠിക്കാൻ പറഞ്ഞതൊക്കെ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.